കാറ്റഗിസത്തിന് കുട്ടികൾ എത്താത്തത് എന്തുകൊണ്ട്? കത്തോലിക്ക സമുദായവും സഭാ നേതൃത്വവും ഇങ്ങനെയൊരു വിഷയം ഗൗരവത്തിൽ കണ്ടു തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുങ്ങിയ പക്ഷം അതിന് പ്രേരകമാകും വിധം ഷെക്കൈന ന്യൂസ് അടക്കം പല ക്രൈസ്തവ മാധ്യമങ്ങളും വക്താക്കളും ഇക്കാര്യം സമുദായത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഒരു കാര്യം സംശയമില്ലാതെ പറയാം, തുടക്കത്തിലെ ചോദ്യത്തിന് ഏറെ പേരുടെയും ഉത്തരങ്ങളുടെ പ്രവണത സഭാ നേതൃത്വത്തെ ചൂണ്ടിയുള്ളതായിരിക്കും. എല്ലാ ഉത്തരവാദിത്തവും വൈദിക നേതൃത്വത്തിൻ്റെതാണ് എന്ന മട്ടിൽ പറയുന്നവരുടെ എണ്ണം കൂടി വരുന്ന കാലയളവാണിത്. അത് സമൂഹ മാധ്യമങ്ങളിലെ പലവിധ വിഷയങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ കാണാം. പലതും കത്തോലിക്ക വിരുദ്ധരുടെ കുറിപ്പുകളായാലും കത്തോലിക്ക സമുദായത്തിൽ തന്നെ നിശബ്ദം അമ്മട്ടിൽ ചിന്തിക്കുന്നവരുണ്ട് എന്നത് നിഷേധിക്കാനാവില്ല. മാർ ജോസഫ് പാംപ്ലാനി പിതാവ് സൂചിപ്പിച്ചതുപോലെ വൈദിക നേതൃത്വത്തിന്റെ പെരുമാറ്റം ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. എന്താണ് പോരായ്മയ്ക്ക് പ്രതിവിധി? വൈദിക നേതൃത്വവും അൽമായ പൗരോഹിത്യം നിർവഹിക്കുന്നവരും പൊതുവായ അൽമായ സമൂഹവും ഒരുപോലെ ഉത്തരവാദപ്പെട്ട മേഖലയാണിത് എന്ന് പറഞ്ഞാൽ സാമാന്യമായ പ്രാഥമിക ഉത്തരം മാത്രമേ ആകുന്നുള്ളൂ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് പൊതുവായ ഉത്തരവാദിത്തം യേശുനാഥനാൽ ഭരമേൽപ്പിക്കപ്പെട്ട വൈദിക നേതൃത്വം പഴിക്കപ്പെടുന്നതിൽ അത്ഭുതമില്ല. അത് അവരുടെയും അവരുടെ ശുശ്രൂഷ അർഹതപ്പെട്ടവരുടെയും രക്ഷയെ കരുതി യേശുനാഥൻ തന്നെ അനുവദിക്കുന്ന സാഹചര്യം എന്ന് തന്നെ കരുതണം. പക്ഷേ അവരെ പഴിച്ചത് കൊണ്ട് മാത്രം ലക്ഷ്യം നേടുമോ? വട്ടായിലച്ചൻ അടുത്ത കാലത്ത് ഓർമ്മിപ്പിച്ച ഒരു കാര്യം ഈ വിഷയത്തിൽ പ്രസക്തമാണെന്ന് പറയാം. വിശ്വാസത്തിൽ നിന്ന് എല്ലാ വിഭാഗത്തെയും അകറ്റാനിടയാക്കുന്ന പ്രത്യേക അരൂപിയുടെ പ്രവർത്തനം, അതിനെ നേരിടാൻ പഴിക്കലുകളല്ല, ഇളവില്ലാത്ത വിശ്വസ്തതയും പ്രാർത്ഥനയും തന്നെയാണ് ആവശ്യം. അക്കാര്യത്തിൽ സംശയമില്ല. ഒപ്പം കാറ്റഗിസത്തിന്റെ ഉള്ളടക്കം പരിഷ്കരിക്കപ്പെടണം എന്നത് കാലഘട്ടത്തിന്റെ അത്യാവശ്യം. തിരുവചനത്തോട് കൂടുതൽ ആഭിമുഖ്യമുള്ള ഉള്ളടക്കമാണ് പലരും ആഗ്രഹിക്കുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, പുതിയ കാലത്തെ വിശ്വാസ ജീവിതത്തിൽ ഏറെ പേർക്കും ലഭിച്ച നവമായ വചനാഭിമുഖ്യം അതാവശ്യപ്പെടുന്നു. ഒപ്പം കത്തോലിക്കർ ബൈബിൾ വിമുഖരും വചനവിരുദ്ധ വിശ്വാസം പുലർത്തുന്നവരുമാണെന്ന ആക്ഷേപം കുട്ടികൾ നിരന്തരം നേരിടേണ്ടി വരുന്നു. അത്തരം വാദക്കാർക്ക് മുമ്പിൽ ശസ്ത്രഹീനരായി നിൽക്കേണ്ടി വരുന്നത് അവരുടെ കത്തോലിക്ക അഭിമാന ബോധത്തെ തന്നെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ചോദ്യങ്ങളെ തടയാനോ വിലക്കാനോ ചോദിക്കുന്നവരെ അടക്കിയിരുത്താനോ അനുവദിക്കുന്ന കാലയളവില്ലത്. വിശ്വാസത്തിലെ യുക്തിക്ക് നിരക്കുന്ന വിധം ഉത്തരങ്ങൾ നൽകുക എന്നത് മാത്രമാണ് കരണീയം. അതിനു പോകുന്ന ഉള്ളടക്കം വേദപാഠ പഠനത്തിന് ആവശ്യമല്ല, അത്യാവശ്യമാണ്. തീക്ഷ്ണതയുള്ളവരെ അല്ല, അതില്ലാത്തവരെ രക്ഷിച്ചെടുക്കാനാണല്ലോ കഠിനാധ്വാനം ചെയ്യേണ്ടത്. അവരെ ചേർത്ത് നിർത്തണമെന്ന സ്നേഹാധിഷ്ഠിതമായ നിർബന്ധ ബുദ്ധി മുതിർന്നവരുടെ ഗണത്തിനാകെ ഉണ്ടാകണം. എല്ലാത്തിനും മതിയായ വിശദീകരണം തിരുസഭയിൽ ഉണ്ടായിരുന്നിട്ടും അത് കുട്ടികൾക്ക് ലഭ്യമാകാതെ പോകുന്നത് കാറ്റഗിസത്തിൽ അത് ഉൾപ്പെടാതെ പോയി എന്നത് കൊണ്ടാണല്ലോ. ആ കുറവാണ് കാറ്റഗിസം കൊണ്ട് നികത്തപ്പെടേണ്ടത്. അതേസമയം നിങ്ങൾ സ്തുതിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ സ്തുതിക്കും. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമാകും എന്നുള്ള പാഠം ദൈവജനത്തിനുണ്ട്. കൈവന്ന വിശ്വാസദാനം ജ്വലിപ്പിച്ചു നിലനിർത്താനും അടുത്ത തലമുറയ്ക്ക് കൈമാറാനും കഴിയാഞ്ഞാൽ നഷ്ടം മറ്റാർക്കുമാകില്ല, തങ്ങൾക്ക് തന്നെയാകും. പകരം വിളിക്കപ്പെടുന്നവർ തങ്ങളില്ലാത്ത വിരുന്നിനിരിക്കുന്നത് കാണേണ്ടി വരിക എന്ന നഷ്ടാവസ്ഥയെക്കുറിച്ച് യേശുനാഥൻ തന്നെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അത് നാം ആരെയും ഒരിക്കലും സ്പർശിക്കാതെ പോകട്ടെ എന്നാണ് ഉറപ്പോടെ പറയാൻ കഴിയേണ്ടത്.